പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ. ബിയാസിൻ്റെ ഉത്ഭവസ്ഥാനം റോഹ്ടാങ് ചുരത്തിൽ. തിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദി സത്ലജ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി സത്ലജ്. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ്. സത്ലജിനെ യമുന നദിയുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പദ്ധതി സത്ലജ് യമുന 8 ലിങ്ക് കനാൽ. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥ വഹിച്ചത് ലോക ബാങ്ക്. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് ഏതൊക്കെ നദിയിലെ ജലത്തിനാണ് അവകാശമുള്ളത്? സിന്ധു, ചിനാബ്. പാകിസ്ഥാൻ്റെ ജീവരേഖ സിന്ധു. പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദ. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം അമർകണ്ടക്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ. പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന നദി നർമ്മദ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന നദി നർമ്മദ. പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ. നർമ്മദ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. പ്രധാന പോഷക നദികൾ നർമ്മദയുടെ പ്രധാന പോഷക നദികൾ ഷെർ, താവ, ഹിറൻ. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ട നദി നർമ്മദ നദി. സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്ന നദി നർമ്മദ. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നദീതീരം നർമ്മദ തീരം. നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് മേധ പട്കർ. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി ഘാഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി. ശരാവതി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ? ഷിമോഗ. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ജൻജാവതി. ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബുദ്ധ് ഗയയിലൂടെ ഒഴുകുന്ന നദി നിരഞ്ജന നദി. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി. അജ്മീറിനടുത്ത് ഉത്ഭവിച്ച് തെക്കോട്ടൊഴുകി ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിൽ അപ്രത്യക്ഷമാകുന്ന നദി ലൂണി. ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം ആരവല്ലി. ലൂണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേര് സാഗർമതി. പുഷ്കർ തടാകങ്ങളിലൂടെ ഒഴുകുന്ന നദി ലൂണി. സുവാരി നദി ഒഴുകുന്ന സംസ്ഥാനം ഗോവ. മംഗലാപുരത്തു കൂടി ഒഴുകുന്ന നദി നേത്രാവതി. മിഥി അഥവാ മാഹീം നദി ഒഴുകുന്ന സ്ഥലം മുംബൈ.
കൂവം, അടയാർ എന്നീ നദികൾ ഒഴുകുന്ന സ്ഥലം ചെന്നൈ. ഗംഗാ നദിയുടെ നീളം എത്ര? 2510 കിലോമീറ്റർ. ഗോദാവരിയുടെ നീളം എത്ര? 1465 കിലോമീറ്റർ. കൃഷ്ണ നദിയുടെ നീളം എത്ര? 1400 കിലോമീറ്റർ. യമുന നദിയുടെ നീളം എത്ര? 1376. നർമ്മദ നദിയുടെ നീളം 1312 കിലോമീറ്റർ. ലൂണിയുടെ മറ്റൊരു പേര് സാൾട്ട് റിവർ, ലവണവാരി. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദി യമുന. പാടലിപുത്രം ഏത് നദീക്കരയിലായിരുന്നു എന്ന് കരുതപ്പെടുന്നത്? സോൺ. ഏത് നദിക്കരയിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്? ഗംഗാ നദിയെ സംരക്ഷിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി നമാമി ഗംഗ. കേന്ദ്ര ഗവൺമെൻറ് പുതുതായി ആരംഭിച്ച റിവർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗംഗ റെജുവനേഷൻ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന കേന്ദ്രമന്ത്രി ഉമാ ഭാരതി. ഗംഗയുടെ തെക്ക് നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുത് സോൺ. സോൺ നദിയുടെ പ്രധാന പോഷക നദി റിഹന്ത്. പാറ്റ്നയ്ക്കടുത്ത് വെച്ച് ഗംഗയിൽ പതിക്കുന്ന നദി കോസി. ഇന്ത്യയിലെ ഏറ്റവും വലിയ അപകടകാരിയായ നദി കോസി. രാമായണത്തിൽ തമസ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ടോൺസ് നദി. രാമായണത്തിൽ സരയു എന്ന പേരിൽ പരാമർശിക്കുന്ന നദി ഘാഗര. ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതി കോസി പദ്ധതി. ഘാഗര നദിയുടെ ഉത്ഭവസ്ഥാനം മാനസരോവർ തടാകം. ഗംഗാ നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം മഹാത്മാഗാന്ധി സേതു പാലം. പശ്ചിമ ബംഗാളിൽ ഒഴുകുന്ന ഗംഗയുടെ കൈവഴി ഏത്? ഭഗീരഥി. ബംഗ്ലാദേശിൽ വെച്ച് ഗംഗാ നദിയുമായി ചേരുന്ന നദികൾ യമുന, മേഘന. തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദി ഗണ്ഡകി. ഇന്ത്യയിൽ ഗണ്ഡകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം വാൽമീകി ദേശീയോദ്യാനം. ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗം ഗംഗ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ. ഗംഗയ്ക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ച പ്രസിദ്ധമായ അണക്കെട്ട് ഏത്? ഫറാക്ക ബറേജ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു നദി. സിന്ധു നദിയുടെ ഉത്ഭവം തിബറ്റിലെ മാനസരോവറിനടുത്തുള്ള ബോഗാർചു ഗ്ലേഷ്യറിൽ നിന്ന്. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 709 കിലോമീറ്റർ. സിന്ധു നദിയുടെ ഉത്ഭവം കണ്ടുപിടിച്ച സ്വീഡിഷ് പര്യവേഷകൻ സ്വാൻ എഡ്വിൻ. സിന്ധു എന്ന സംസ്കൃത പദത്തിനർത്ഥം സമുദ്രം അല്ലെങ്കിൽ നദി. സിന്ധു നദീജല കരാർ ഇന്ത്യക്ക് ഏതൊക്കെ നദിയിലെ ജലത്തിനാണ് അവകാശമുള്ളത്? സത്ലജ്, ബിയാസ്, രവി. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് കശ്മീരിലെ നങ്ക് പർവ്വതത്തിനടുത്ത് വെച്ച്. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം സിന്ധു നദീതീരം. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ലേ.
പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി സിന്ധു നദി. പാകിസ്ഥാന്റെ ഔദ്യോഗിക നദി എന്നറിയപ്പെടുന്നത് സിന്ധു. രവി നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാചൽ പ്രദേശിലെ കുളു മലനിരകളിൽ നിന്ന്. തെയിൻ ഡാം, രഞ്ജിത് സാഗർ ഡാം എന്ന് പറയും, സ്ഥിതി ചെയ്യുന്നത് രവി നദിയിൽ. ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏത്? ഗംഗ ഡെൽറ്റ. സരസ്വതി, ഗംഗ, യമുന ഇവ മൂന്നും കൂടി ചേർന്നിരുന്ന അറിയപ്പെടുന്നത് ത്രിവേണി സംഗമം. എത്ര വർഷം കൂടുമ്പോഴാണ് അർദ്ധ കുംഭമേള ആഘോഷിക്കുന്നത്? 6 വർഷം. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി ശിരുവാണി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ശിരുവാണി. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഭവാനി. ഭവാനി നദി പതിക്കുന്നത് കാവേരി നദിയിൽ. ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കൽക്കണ്ടയൂർ. ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന പ്രധാന നദികൾ ശിരുവാണി, വരകാൾ. കേരളത്തിലെ ഭവാനി നദിയുടെ നീളം എത്ര? 38 കിലോമീറ്റർ. ഭവാനി നദി ഒഴുകുന്ന ജില്ല ഏത്? പാലക്കാട്. ഭവാനി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? നീലഗിരി കുന്നുകളിൽ നിന്ന്. പാമ്പാർ പതിക്കുന്നത് കാവേരി നദിയിൽ. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? പാമ്പാർ നദിയിൽ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് പാമ്പാർ. പാമ്പാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? ആനമുടിയിൽ നിന്ന്. അമ്മ അക്ഷരം അവിടെ ഇല്ല. തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദികൾ പാമ്പാർ, ഭവാനി. പാമ്പാർ, ഭവാനി, കബനി എന്നിവ ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരിയുടെ. കേരളത്തിൽ പാമ്പാറിൻ്റെ നീളം എത്ര? 25 കിലോമീറ്റർ. പാമ്പാർ ഒഴുകുന്ന ജില്ല ഏത്? ഇടുക്കി. ദേവികുളത്ത് ഉത്ഭവിച്ച് കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദി പാമ്പാർ. തലയാർ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദി പാമ്പാർ നദി. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദി അമരാവതി. മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം കോട്ടയം. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലട നദിയിൽ, കൊല്ലം ജില്ലയിൽ. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാർ. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 12. ഏറ്റവും അധികം ജില്ലകളിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ നദി മൂവാറ്റുപുഴയാർ. കാസർഗോഡ് പട്ടണത്തിൽ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ചന്ദ്രഗിരി. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ചന്ദ്രഗിരി പുഴ. കേരളത്തിലെ കബനി നദിയുടെ നീളം 57 കിലോമീറ്റർ. കേരളത്തിലൂടെ ഒഴുകുന്നതാണ്. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കബനി. തലയാർ എന്ന് തുടക്കത്തിൽ അറിയപ്പെടുന്ന നദി ഏത്? പാമ്പാർ. കേരളത്തിലെ 5ാമത്തെ നീളം കൂടിയ നദി ചാലക്കുടി പുഴ. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വെള്ളച്ചാട്ടങ്ങൾ ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത്? ആതിരപ്പള്ളി. ചാലക്കുടി പുഴ പതിക്കുന്ന കായൽ കൊടുങ്ങല്ലൂർ കായൽ.
വില്യം ലോഗോൺ മലബാർ മാനുവൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി? കോരപ്പുഴ. ഒ വി വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി? തൂതപ്പുഴ. എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി? ഇരുവഴിഞ്ഞിപ്പുഴ. ബുക്കർ സമ്മാനം ലഭിച്ച അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി? മീനച്ചിലാർ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി? ചാലിപ്പുഴ. ഏറ്റവും ചെറിയ നദി ഏത് കേരളത്തിൽ? മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏത്? മഞ്ചേശ്വരം. മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെ? ബാലപ്പൂണി കുന്നുകൾ. തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്നത്? മഞ്ചേശ്വരം. മഞ്ചേശ്വരം പുഴയുടെ പതന സ്ഥാനം എവിടെ? ഉപ്പളക്കായൽ. പമ്പ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം? പെരുന്തേനരുവി. തിരുവിതാംകൂറിലെ ജീവനാഡി എന്നറിയപ്പെടുന്നത്? പമ്പ. ശബരിമല, എടത്വ പള്ളി എന്നിവ സ്ഥിതി ചെയ്യുന്ന നദീതീരം? പമ്പ. ചാലിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമേത്? ഫറോക്ക്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം? ചാലിയാർ. കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല ഏത്? കോഴിക്കോട്. കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി? ചാലിയാർ. ചാലിയാറിന്റെ ഉത്ഭവം? ഇളമ്പിലേരിക്കുന്ന്, വയനാട്. കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദി ഏത്? ചാലിയാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി? ഗംഗ. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി? യമുന. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേര്? ഭഗീരഥി. ഭഗീരഥിയും അളകനന്ദയും സംഗമിച്ച ശേഷം എവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകാൻ തുടങ്ങുന്നത്? ദേവപ്രയാഗ്. ഗംഗ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രവേശിക്കുന്നത്? ഹരിദ്വാറിൽ വെച്ച്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏത്? ഗംഗ. വരുണ, അസി എന്നീ രണ്ട് പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലമേത്? വാരാണസി. ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനത്തിൻ്റെ പേര്? ഉത്തർപ്രദേശ്. 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്ന സ്ഥലമേത്? ത്രിവേണി സംഗമം, അലഹബാദ്. യമുനയുടെ ഉത്ഭവസ്ഥാനം? യമുനോത്രി, ഉത്തരാഖണ്ഡ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം? യമുന. ജലാങ് നദിയുമായി ചേർന്നതിനു ശേഷം ഭഗീരഥി അറിയപ്പെടുന്ന പേര്? ഹൂഗ്ലി. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ച് ഹിമാലയൻ നദിയിൽ ചേരുന്ന പോഷക നദികൾ? ചമ്പൽ, ബോട്ടുവ, കെൻ, സോൺ. ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് എവിടെ വെച്ച്? അലഹബാദിൽ. 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടക്കുന്ന സ്ഥലം? ത്രിവേണി സംഗമം, അലഹബാദ്. യമുനയുടെ ഉത്ഭവസ്ഥാനം? യമുനോത്രി. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം?
യമുന നദീതീരം. ചോദ്യങ്ങൾ ആവർത്തിച്ചതാണ്, ഒന്നുകൂടെ കേൾക്കുക. ജലാൻ നദിയുമായി ചേർന്ന ശേഷം ഭഗീരഥി അറിയപ്പെടുന്ന പേര് ഹൂഗ്ലി. വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു, ഹൗറ എന്നീ പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയുടെ കുറുകെയാണ്? ഹൂഗ്ലി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു നദി. സിന്ധു, സരസ്വതി, ബിയാസ്, ചിനാവ്, രവി എന്നിവ ചേർന്ന് അറിയപ്പെടുന്നത് സപ്തസിന്ധു. ഗ്രീക്ക് പുരാണങ്ങളിൽ ഹൈഫാസിസ് എന്നറിയപ്പെട്ട നദി ബിയാസ് നദി. ദുൽഹസ്തി പവർ പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ചിനാബ്. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. ബീഹാറിൻ്റെ ദുഃഖം കോസി. ഒറീസയുടെ ദുഃഖം മഹാനദി. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഹൊയാങ് ഹോ. ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി. ദക്ഷിണഗംഗ കാവേരി. അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ നദി. ഗോവയുടെ ജീവരേഖ മണ്ഡോവി. സിക്കിമിൻ്റെ ജീവരേഖ ടീസ്റ്റ. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ ഗോദാവരി. ജമ്മു പട്ടണത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഒഴുകുന്ന നദി ഏത്? താവി നദി. ഗംഗാ ജലസന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? ഇന്ത്യ, ബംഗ്ലാദേശ് 1996. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. മഹാകാളി സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, നേപ്പാൾ. ബംഗ്ലാദേശിലെ ചാങ്പൂർ ജില്ലയിൽ വെച്ച് പത്മാവതി ചേരുന്ന നദി മേഘന. ഗംഗയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ഗംഗയുടെ അഴിമുഖത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത്? ഗംഗാസാഗർ ദ്വീപ്. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷമേത്? 1986. ഗംഗ ആക്ഷൻ പ്ലാൻ ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി. വാരാണസിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഗംഗ. ബ്രഹ്മപുത്രയുടെ ആകെ നീളം എത്ര? 2900 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ബ്രഹ്മപുത്ര, ഹിമാലയൻ. നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏത്? ഇന്ത്യയിലാണ് ചോദിക്കുന്നത്. ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്നത് ആസാമിലെ ബ്രഹ്മപുത്ര നദിയിൽ. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏത്? ടീസ്റ്റ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സുന്ദർബൻസ്. ദൂദ് സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി മണ്ഡോവി, ഗോവ. ഉപദ്വീപീയ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത് മൺസൂൺ മഴയിൽ നിന്നും. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാന നദികൾ നർമ്മദ, താപ്തി, സബർമതി, മാഹി, ലൂണി.
ബ്രഹ്മപുത്ര ആസാമിൽ പ്രവേശിക്കുമ്പോൾ അറിയപ്പെടുന്ന പേര് ദിബാങ്. താപ്തി തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ നഗരം സൂററ്റ്. താപ്തി നദിയുടെ പതനസ്ഥലം അറബിക്കടൽ. ആരവല്ലി പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിച്ച് കമ്പത്ത് ഉൾക്കടലിൽ പതിക്കുന്ന നദി സബർമതി. ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന പ്രധാന നദികൾ കൃഷ്ണ, കാവേരി, മഹാനദി, ഗോദാവരി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികൾ മഞ്ചീര, പെൻഗംഗ, വർധ, ഇന്ദ്രാവതി. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷം പുഷ്കർ. ഗോദാവരി, പ്രാണഹിത, പെൻഗംഗ എന്നീ നദികളിലെ ജലസേചന പദ്ധതികൾക്കായി അണക്കെട്ട് നിർമ്മിക്കാൻ കരാറിലൊപ്പിട്ട സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, തെലുങ്കാന. ഉപദ്വീപീയ നദികളിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ളത് കൃഷ്ണ. കൃഷ്ണ നദിയുടെ പോഷക നദികൾ ഭീമ, തുംഗഭദ്ര. മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം കൃഷ്ണ. കാവേരി നദിയുടെ പ്രധാന പോഷക നദികൾ ഏതെല്ലാം? കബനി, അമരാവതി. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ ശിവസമുദ്രം, ഹൊക്കനക്കൽ. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി കാവേരി നദി. കാവേരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന സ്ഥലമേത്? പൂംബുഹാർ. കാവേരി നദിയിലെ ആദ്യ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ പേര്, ഇവിടെ ആദ്യം ഉണ്ട്, ഗ്രാൻഡ് അണക്കെട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രം. മലിനീകരണത്തിൽ 1ാം സ്ഥാനത്തുള്ള നദി കേരളത്തിലാണ് ചാലിയാർ. കേരളത്തിൽ വായുജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ചാലിയാർ പ്രക്ഷോഭം. പമ്പയുടെ ധാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. പമ്പാ നദി പതിക്കുന്നത് ഏത് കായലിൽ? വെമ്പനാട്ട് കായലിൽ. പമ്പാ നദി ഉത്ഭവിക്കുന്നത് എവിടെ? പുളിച്ചിമല. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായർ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. ഇരവികുളം, മറയൂർ, ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ കൂടി ഒഴുകുന്ന നദി ഏത്? പെരിയാർ. പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി പന്നിയാർ, ഇടുക്കി. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി വളപട്ടണം പുഴ, കണ്ണൂർ. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി കബനി. കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന നദി
കുറ്റ്യാടി നദി. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി പമ്പ. ശബരി ഡാം, കക്കി ഡാം, കക്കാട് ഡാം എന്നിവ ഏത് നദിയിലാണ്? പമ്പ. ആദ്യ കോൺക്രീറ്റ് അണക്കെട്ടായ മാട്ടുപ്പെട്ടി അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? പെരിയാർ. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം സൈലന്റ് വാലി. മാമാങ്കം നടന്നിരുന്ന നദീതീരം ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ ഉത്ഭവം എവിടെ നിന്ന്? ആനമല. കേരളത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളായ പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. പീരുമേട് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. ധോണി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട്. പെരുവണ്ണാമൊഴി സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോഴിക്കോട്. ഏഴിമല സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ. പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ. തലയാർ എന്നറിയപ്പെട്ടിരുന്ന നദി? പാമ്പാർ. പഴശ്ശിനി എന്നറിയപ്പെട്ടിരുന്ന നദി? ചന്ദ്രഗിരി പുഴ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത്? കുറ്റ്യാടി പുഴ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി? പമ്പ. കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? പമ്പ. കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്ന നദി പമ്പ. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി? പമ്പ. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി? ഭാരതപ്പുഴ. നിള എന്നറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ. കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്ന നദി? ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വലിയ നദി? പെരിയാർ നദി. 244 കിലോമീറ്റർ. യൂറോപ്യന്മാരുടെ കാലത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ചാനൽ എന്ന് അറിയപ്പെട്ടിരുന്ന നദി? മയ്യഴിപ്പുഴ. മയ്യഴിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം? വയനാട്. തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദി ഏത്? മയ്യഴിപ്പുഴ. ആലുവാപ്പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ആദിശങ്കര കീർത്തിസ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്ത്. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്ത്. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി? മഞ്ചേശ്വരം. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി? കിഴക്കോട്ട് ഒഴുകുന്നതിൽ കേരളത്തിൽ ഏറ്റവും ചെറിയ നദി? പാമ്പാർ. കിഴക്കോട്ട് ഒഴുകുന്നതാണ്. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? രാമപുരം നദി. പാപനാശം, ശംഖുമുഖം, കോവളം എന്നിവ എവിടെയാണ്? തിരുവനന്തപുരത്ത്. തങ്കശ്ശേരി ബീച്ച് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ. ചേറായി ബീച്ച്, മുനമ്പം ബീച്ച് എന്നിവ ഏത് ജില്ലയിലാണ്? എറണാകുളം. മാറാട്, കാപ്പാട്, ബേപ്പൂര് എന്നിവ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിൽ. പയ്യാമ്പലം, ധർമ്മടം, മുഴുപ്പിലങ്ങാടി
എന്നിവ ഏത് ജില്ലയിലാണ്? കണ്ണൂർ. ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര? 44. 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പുഴയാണ് കേരളത്തിൽ നദിയായി കണക്കാക്കുന്നത്. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? 11 നദികൾ. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? 41. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ എത്ര? 3. പെരിയാറിൻ്റെ നീളം എത്ര? 244 കിലോമീറ്റർ. ഭാരതപ്പുഴയുടെ നീളം എത്ര? 209 കിലോമീറ്റർ. 250 അല്ല, 9. പമ്പാ നദിയുടെ നീളം എത്ര? 176. ചാലിയാറിൻ്റെ നീളം ഏകദേശം എത്ര? 169 കിലോമീറ്റർ. ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ. പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മല. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏത്? പെരിയാർ. ആദിശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി ഏത്? പെരിയാർ. ചൂർണി എന്ന് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദി? പെരിയാർ. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏത്? മുല്ലയാർ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി ഏത്? പെരിയാർ നദി. പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതെല്ലാം? പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം. ഗായത്രി പുഴ ഭാരതപ്പുഴയിൽ ചേരുന്ന സ്ഥലമേത്? മായന്നൂർ. പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദി ഏത്? കണ്ണാടി. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത്? കണ്ണാടിപ്പുഴ. കുന്തിപ്പുഴ എന്ന നദിയുടെ പ്രധാന ഉപനദി ഏത്? തൂതപ്പുഴ. ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട്? മലമ്പുഴ ഡാം. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യ തുറമുഖം? പൊന്നാനി തുറമുഖം. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിൽ. ഭാരതപ്പുഴ കടലിനോട് ചേരുന്ന സ്ഥലം? പൊന്നാനി. ഭാരതപ്പുഴയെ ശോകനാശിനിപ്പുഴ എന്ന് വിശേഷിപ്പിച്ചതാര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത്? ഭാരതപ്പുഴയിൽ. വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി? കബനി. ഏതെല്ലാം നദികൾ കൂടിച്ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത്? പനമരം, മാനന്തവാടി നദികൾ. കബനിയുടെ ഉത്ഭവസ്ഥാനം അറിയപ്പെടുന്നത്? തോണ്ടാർമുടി. കബനി ഒഴുകുന്ന ജില്ല? വയനാട് ജില്ല. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം? നാഗർഹോൾ ദേശീയോദ്യാനം. മാരമൺ കൺവെൻഷൻ, ചെറുകോൽ പുഴ, ഹിന്ദുമത സമ്മേളനം, ആറന്മുള വള്ളംകളി എന്നിവ നടക്കുന്ന നദീതീരം? പമ്പാ നദി. ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ നിക്ഷേപിച്ചത് കേരളത്തിലെ എവിടെ വെച്ചാണ്?
തിരുനാവാഴയിൽ വെച്ച്. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശിമംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം. ഭാരതപ്പുഴ. ഇനി നമുക്ക് ചില വസ്തുതകളൊക്കെ കേട്ടു പഠിക്കാം. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിൽ. വാഴച്ചാൽ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിൽ. സൂചിപ്പാറ ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിൽ. തുഷാരഗിരി, അരിപ്പാറ എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിൽ. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം, തൂവാനം, പാലരുവി. തൊമ്മൻകുത്ത്, തൂവാനം ഇടുക്കി ജില്ലയിൽ, പാലരുവി കൊല്ലം ജില്ലയിൽ. ധോണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. ആഢ്യൻപാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? മലപ്പുറം ജില്ലയിൽ. പെരുന്തേനരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ട ജില്ലയിൽ. അരുവിക്കുഴി വെള്ളച്ചാട്ടം കോട്ടയം ജില്ലയിൽ. മങ്കയം വെള്ളച്ചാട്ടം തിരുവനന്തപുരം ജില്ല. നമുക്ക് നദികളെ ഇനി ഇങ്ങനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ. കേരളത്തിലെ ജീവരേഖ പെരിയാർ നദിയെ വിളിക്കാം. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് നമുക്ക് ഭാരതപ്പുഴയെ വിളിക്കാം. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയെ വിളിക്കാം. ചിറ്റൂരിൽ ഭാരതപ്പുഴയുടെ പേരെന്താണ്? ശോകനാശിനി പുഴ. കേരളത്തിലെ ഗംഗ ഏത്? പമ്പാ നദി. മൂരാട് പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കുറ്റ്യാടി പുഴ. ദേവികുളം, മൂന്നാർ, പീരുമേട്, വാഗമൺ ഈ സുഖവാസ കേന്ദ്രങ്ങൾ എവിടെയാണ്? ഇടുക്കി ജില്ലയിൽ. നെല്ലിയാമ്പതി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. ഇനി നമുക്ക് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിസ്തീർണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നോക്കാം. കേരളത്തിൻ്റെ അക്ഷാംശം എത്രയാണ്? 8 ഡിഗ്രി മുതൽ 12 ഡിഗ്രി വരെ. രണ്ടും വടക്കാണ് പറയുക. 8 ഡിഗ്രി മുതൽ 12 ഡിഗ്രി വരെ. കേരളത്തിൻ്റെ രേഖാംശം എത്രയാണ്? 74 ഡിഗ്രി കിഴക്ക് മുതൽ 77 ഡിഗ്രി കിഴക്ക് വരെ. കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. അപ്പോൾ ഈ വിസ്തീർണം എപ്പോഴും നമുക്ക് തരുന്നത് 38,683 എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഓൾമോസ്റ്റ് ആളുകളും അത് കണ്ടിട്ട് എഴുതും. ഇപ്പോൾ 38,863 അത് നമ്മുടെ കണ്ണിനെ അവർ ട്രാക്ക് ചെയ്യാനാണ് ശ്രദ്ധിക്കുക. കേരളത്തിൽ കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 560 കിലോമീറ്റർ. എന്നാൽ കേരളത്തിൻ്റെ കടൽ തീരം എത്രയാണ്? 580 കിലോമീറ്റർ. പുതുച്ചേരിയുടെ ഭാഗമായുള്ള കേരളത്തിലെ പ്രദേശം ഏതാണ്? മാഹിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ വടക്ക് അതിർത്തി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. തെക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന കടലാണ് അറബിക്കടൽ. അതുപോലെ മാഹി ഏത് ഭാഗത്താണെന്ന് നമ്മോട് ചോദിക്കാറുണ്ട്. മാഹി പടിഞ്ഞാറ് ഭാഗത്ത്. കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. സഹ്യാദ്രി, പശ്ചിമഘട്ടം, തമിഴ്നാട്. ഏതെങ്കിലും ഒരു ആൻസർ ആയിരിക്കും വരിക. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായിട്ടാണ് തരംതിരിക്കുന്നത്? 3 എണ്ണമായിട്ട്. ഏതൊക്കെയാണത്? പറഞ്ഞു നോക്കുക കൂടെ. മലനാട്, ഇടനാട്, തീരദേശം. പശ്ചിമഘട്ടത്തെ ലോക പൈതൃകമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം ഏതാണ്? 2012. പശ്ചിമഘട്ടത്തെക്കുറിച്ച്
പഠിച്ച ആദ്യത്തെ കമ്മീഷൻ മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ. മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്തിയത് കെ കസ്തൂരിരംഗൻ കമ്മിറ്റി. കേരളത്തിൻ്റെ ഏത് ഭാഗമാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്? കിഴക്ക് ഭാഗം. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? അഗസ്ത്യാർ വനം. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലം ഏതാണ്? അഗസ്ത്യ വനം. 1ാമത്തേത് ഏതായിരുന്നു? നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് കൂടെയാണ് നീലഗിരി. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട്? 48%. ആനമുടി ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ഏതാണ്? ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ദേവികുളം താലൂക്ക്, ഇടുക്കി. ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് എവിടെയാണ്? ആനമുടിയിൽ. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്ന മല ഏതാണ്? ആനമല. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മല ഏതാണ്? പളനിമല. വടക്ക് കിഴക്ക് പളനിമല. ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മല ഏതാണ്? ഏലമല. ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം ഏതാണ്? നീലഗിരി. പശ്ചിമഘട്ടത്തിൽ ആകെ എത്ര ചുരങ്ങളുണ്ട്? 16 ചുരങ്ങൾ. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിൻ്റെ വീതി ഏകദേശം എത്രയാണ്? 30 മുതൽ 40 കിലോമീറ്റർ വരെ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ചുരം ഏതാണ്? അരുവാമൊഴി ചുരം. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം ഏതാണ്? പേരമ്പാടി ചുരം. നാടുകാണി ചുരം ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിൽ. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? പുനലൂർ, ചെങ്കോട്ട. പാൽച്ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? വയനാടിനെയും കണ്ണൂരിനെയും. ബോഡി നായ്ക്കന്നൂർ ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഇടുക്കി, മധുര. ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ഇടനാട്? 42%. ഇടനാടുകളിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനം ഏതാണ്? ചെങ്കൽ കുന്നുകൾ അഥവാ ലാറ്ററൈറ്റ് കുന്നുകൾ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്ന് ഏതാണ്? അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്, മലപ്പുറം ജില്ലയിൽ. ഇടനാട്ടിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, വാഴ, മരച്ചീനി, കുരുമുളക്, അടക്ക. കേരളത്തിലെ വലിയ പീഠഭൂമി ഏതാണ്? വയനാട് പീഠഭൂമി. കേരളത്തിനാകെ എത്ര ശതമാനമാണ് തീരദേശമുള്ളത്? 10%. ഇന്ത്യയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഏതാണ്? കുട്ടനാട്. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ. അറബിക്കടലിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് ചാകര. ഏത് ജില്ലയാണ് ചാകരയ്ക്ക് പ്രസിദ്ധമായത്? ആലപ്പുഴ ജില്ല.
ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ല. ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലയോ? കൊല്ലം ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്ക് ഏതാണ്? ചേർത്തല താലൂക്ക്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂർ. സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങളെ വിളിക്കുന്നത്? കോൾ നിലയങ്ങൾ. കേരളത്തിലെ പ്രധാന കോൾ നിലയങ്ങൾ ഏതെല്ലാമാണ്? ആലപ്പുഴ, തൃശ്ശൂർ, മലപ്പുറം, എറണാകുളം. ഈ ജില്ലകളിലുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ. പൊക്കാളി കൃഷി സാധാരണ കൃഷി ചെയ്യുന്നത് എങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ്? കോൾ നിലയങ്ങളിൽ. കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെമ്പ്ര, കൊടുമുടി. മേപ്പാടിയിൽ, വയനാട്. ചെമ്പ്ര, കൊടുമുടി. കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളിൽ ഏറ്റവും വിസ്തീർണം കൂടിയ കായൽ ഏതാണ്? ബിയ്യം കായൽ. കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളിൽ വിസ്തീർണം കുറഞ്ഞ കായൽ ഏതാണ്? ഇടവ കായൽ. ശാസ്താംകോട്ട കായൽ, വെള്ളായണി കായൽ, പൂക്കോട് തടാകം, ഏനമക്കൽ തടാകം, മനക്കൊടി ഇവ എന്താണ്? ശുദ്ധജല തടാകങ്ങൾ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണി കായൽ. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ഏതാണ്? പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമോ? ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമോ? വയനാട് ജില്ലയിലെ പൂക്കോട്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏത് കായലാണ്? ശാസ്താംകോട്ട കായൽ. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? ശാസ്താംകോട്ട കായൽ. വലിയ രണ്ടാമത്തെ കായൽ ഏതാണ്? അഷ്ടമുടി കായൽ. എത്രയാണ് അഷ്ടമുടി കായലിൻ്റെ വിസ്തൃതി? 61.4 ചതുരശ്ര കിലോമീറ്റർ. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? അഷ്ടമുടി കായൽ. പനയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ എന്നറിയപ്പെടുന്നതോ? അഷ്ടമുടി കായൽ. എന്നാണ് തണ്ണീർത്തട ദിനം? ഫെബ്രുവരി 2. റംസാർ കൺവെൻഷനിൽ ഒപ്പുവെച്ച വർഷം ഏതായിരുന്നു? 1971 ഫെബ്രുവരി 2. റംസാർ പട്ടികയിൽ കേരളത്തിൽ നിന്ന് അടുത്തിടെ ഇടം പിടിച്ച കായൽ ഏതാണ്? കവ്വായി കായൽ. കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ വിളിക്കുന്ന പേരെന്താണ്? അഴി. നീണ്ടകര അഴി ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ. അന്ധകാര അഴി ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിൽ. കായൽ കടലിനോട് ചേരുന്ന ഭാഗത്ത് താൽക്കാലികമായി ഉണ്ടാകുന്ന മണൽത്തിട്ടയുടെ പേരെന്താണ്? പൊഴി. കേരളത്തിലാകെ എത്ര കായലുകളുണ്ട്? 34. കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകൾ എത്രയാണ്? 27. ബാക്കി 7 ഉൾനാടൻ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. എത്രയാണ് വേമ്പനാട്ട് കായലിൻ്റെ വിസ്തൃതി? 205 ചതുരശ്ര കിലോമീറ്റർ. വേമ്പനാട്ട് കായലിലെ ദ്വീപുകൾ ഏതെല്ലാമാണ്? വൈപ്പിൻ, വെല്ലിംഗ്ടൺ, വല്ലാർപാടം, കടമക്കുടി, പാതിരാമണൽ. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണ്? പാതിരാമണൽ ദ്വീപ്. പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കാൻ നേതൃത്വം നൽകിയതാരാണ്? വേലുത്തമ്പി ദളവ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതാണ്? ഇന്ത്യയിലെ വേമ്പനാട്ട് കായൽ. തോട്ടപ്പള്ളി സ്പിൽവേ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുട്ടനാട്. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ.
പുന്നമടക്കായൽ, കൊച്ചി കായൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. വീരാൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ്? വേമ്പനാട്ട് കായൽ. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ തീരത്താണ്? വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത്. കേരളത്തോട് ഏറ്റവും അടുത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം ഏതാണ്? ലക്ഷദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? കുറുവ ദ്വീപ്. കബനി നദി വയനാട് ജില്ലയിൽ. ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപ് ഏതാണ്? വൈപ്പിൻ, എറണാകുളം ജില്ലയിൽ. കൊച്ചി തുറമുഖത്തിനടുത്തുള്ള മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ്? വെല്ലിംഗ്ടൺ ദ്വീപ്, വേമ്പനാട്ട് കായൽ. എറണാകുളത്തെയും വൈപ്പിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ പേരെന്താണ്? ഗോശ്രീ പാലം. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? മരക്കുന്നം ദ്വീപ്, നെയ്യാർ നദിയിൽ. മുഴുപ്പിലങ്ങാടി കടൽ തീരത്ത് നിന്ന് കാണുവാൻ കഴിയുന്ന ദ്വീപ് ഏതാണ്? ധർമ്മടം തുരുത്ത്. ധർമ്മടം തുരുത്ത് ഏത് പുഴയിലാണ്? അഞ്ചരക്കണ്ടി പുഴയിൽ. ഏത് ജില്ലയിലാണ് ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിൽ. പച്ചത്തുരുത്ത് എന്ന പേരിലും അറിയപ്പെടുന്ന ദ്വീപ് ഏതാണ്? ധർമ്മടം തുരുത്ത്. കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിലുള്ള ദ്വീപ് ഏത്? മൺട്രോ തുരുത്ത്. എഴുമാന്തുരുത്ത് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിൽ. കവ്വായി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ല. കേരളത്തിൻ്റെ തീരദേശത്തോട് ചേർന്ന് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? വെള്ളിയാങ്കല്ല്, കോഴിക്കോട് ജില്ലയിലെ വെള്ളിയാങ്കല്ല്. കേരളത്തിൻ്റെ കാലാവസ്ഥ എത്ര തരത്തിൽ തിരിച്ചിരിക്കുന്നു? 4. ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ, വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെ, വർഷകാലം അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ, തുലാവർഷം വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്നറിയപ്പെടും ഒക്ടോബർ മുതൽ നവംബർ വരെ. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജൂലൈ. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസമോ? ജനുവരി. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ചിന്നാർ. 99 വെള്ളപ്പൊക്കമുണ്ടായ വർഷം ഏതാണ്? 1924. കേരളത്തിലെ ചിറാപ്പൂഞ്ചി ഏതാണ്? ലക്കിടി. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ് കേരളത്തിൽ? തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയോ? കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? നേര്യമംഗലം. കേരളത്തിലെ മഴനീൽ പ്രദേശം എന്നറിയപ്പെടുന്നതോ? ചിന്നാർ. കേരളത്തിലെ പ്രധാന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ്. കേരളത്തിൽ ലാറ്ററൈറ്റ് മണ്ണിൽ കൃഷി ചെയ്യുന്നത് ഏതൊക്കെയാണ്? റബ്ബർ, കശുവണ്ടി, കുരുമുളക്, കാപ്പി. കേരളത്തിൽ പരുത്തി നിലക്കടല കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട്. പരുത്തി മണ്ണ് കാണപ്പെടുന്ന ജില്ലയോ? പാലക്കാട്. ചാരനിറത്തിലുള്ള മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്? കൊല്ലം, ആലപ്പുഴ. മറ്റു പ്രദേശങ്ങളിൽ നിന്നും വഹിച്ചു കൊണ്ടുവരുന്ന പലതരം വസ്തുക്കൾ നിക്ഷേപിച്ചുണ്ടാവുന്ന മണ്ണിനെ ഏത് പേരിലാണ് വിളിക്കുന്നത്? ഹൈഡ്രോമോർഫിക് സോയിൽ. എക്കൽ മണ്ണിൽ നിന്നും ഉണ്ടാകുന്ന മണ്ണ് ഏതാണ്? നദീതട മണ്ണ്. എനിവേ ഗേസ്, നിങ്ങളുടെ കമൻസ് ഒക്കെ നോക്കുന്നു. നദികൾ നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ച് കേരളത്തിൻ്റെ നമ്മുടെ അടിസ്ഥാനപരമായുള്ള ഭൂവിസ്തൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാലാവസ്ഥ, മണ്ണ്, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് വിഷയമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഒരു കുട്ടിയാണെങ്കിലും നമ്മൾ ഇത് ചാനലിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഈ പ്ലാറ്റ്ഫോം കിട്ടുള്ളൂ യൂട്യൂബിൽ. എനിവേ ഗേസ്, താങ്ക് യു. കൂടെ ഉണ്ട്, നമുക്കിത് കിട്ടും.
നിങ്ങൾ കമൻറ്റ് ചെയ്തിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. അടുത്ത ടോപ്പിക്ക് നിങ്ങൾ തന്നെ നിർദ്ദേശിക്കുക. അല്ലെ, നല്ല ടോപ്പിക്ക്, കൂടുതൽ ആളുകൾ നിർദ്ദേശിക്കുന്ന ടോപ്പിക്ക് നമ്മൾ എടുക്കും. ബൈ.